ഞങ്ങളതാണ് ചോദിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പറഞ്ഞ വാചകം നമ്മൾ കേട്ടു. 4.5 വർഷക്കാലം പുറത്തുവിടാതെ സർക്കാർ ഇത് ബോധപൂർവം മറച്ചുവെച്ചു. പക്ഷേ വസ്തുതകൾ, വ്യക്തമായ രേഖകൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ഈ റിപ്പോർട്ട് സംസാരിച്ചത്. അതിൽ ജസ്റ്റിസ് ഹേമയുടെ കത്തുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് 2020 ഒക്ടോബറിൽ നിലപാടെടുത്തതിൻ്റെ, തീരുമാനമെടുത്തതിൻ്റെ വിശദാംശങ്ങളുണ്ട്. ഇതെല്ലാ സാഹചര്യങ്ങളും വസ്തുതകളും രേഖകളും ഒക്കെ ഉള്ളപ്പോൾ ഒരു വ്യാജ പ്രചാരണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിവാദം മാത്രം ലക്ഷ്യമാക്കിയാൽ അത് എങ്ങനെ നിലനിൽക്കും? അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതാണോ? മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകരുടേതോ ഒക്കെ ആയിട്ടുള്ള താല്പര്യങ്ങൾ ഇതിനകത്ത് എത്രമാത്രം ചിലവാകും? ഇതും സമൂഹം കാണേണ്ടതാണ്, നമ്മുടെ വിലയിരുത്തലുകൾക്ക് വിധേയപ്പെടേണ്ടതാണ്. അതിനിടയിൽ ഒരു സുഹൃത്ത് ചോദിക്കുന്നത് കേട്ടു, ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന നിലയിൽ. വ്യക്തമായി കണ്ടില്ലേ, അതിനകത്ത് ജസ്റ്റിസ് ഹേമ തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകളും പ്രശ്നങ്ങളും റിപ്പോർട്ട് കൊടുത്ത ആദരണീയമായിട്ടുള്ള ജസ്റ്റിസ് ഹേമ, ഹൈക്കോടതി മുൻ ജഡ്ജി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇതിനെ സമീപിക്കണം. വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ സമീപിച്ചത് കണ്ടില്ലേ? ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇത് ചെയ്തത്? ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ താല്പര്യാർത്ഥം ചെയ്യുന്നതല്ല. ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഹൈക്കോടതിയും പറഞ്ഞു ഇങ്ങനെ വേർതിരിച്ച് ചർച്ച ചെയ്യേണ്ട ഭാഗം മാത്രം ചർച്ച ചെയ്താൽ മതി, അങ്ങനൊരു പൊതുചർച്ച നടക്കട്ടെ എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത്. ഇത്രയേറെ വ്യക്തമായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും അതിലും ഒരു നമ്മൾ പറയുന്നൊരു സാധനം, ഒരു കുത്തിത്തിരിപ്പിൻ്റെ സാധ്യത തേടുന്ന നിലയിലേക്ക് നമ്മൾ അധപ്പതിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാമോ എന്നുള്ള ചോദ്യവും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇതാ വിജിൻ വായന്തോട് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ കുറേ നേരമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ളൊരു പൊതു അന്തരീക്ഷം, അതിൽ വന്ന വ്യാജ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അവാസ്തവമായ കാര്യങ്ങൾ, അതിനെ പൊളിക്കുന്ന രേഖകൾ സഹിതമുള്ള നമ്മുടെ റിപ്പോർട്ട്, നിർബന്ധം ചെയ്ത റിപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു, പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ കോൺക്ലേവ്, ഫിലിം കോൺക്ലേവ് എന്ന ഒരു താല്പര്യം, അതേക്കുറിച്ചും ഉള്ള കാര്യം. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ചില പുകമറ സൃഷ്ടിക്കൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ സാധ്യത തേടൽ ഇതൊക്കെ നടക്കുമ്പോഴും വസ്തുനിഷ്ഠമായ ഒരു പ്രവർത്തി ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നടക്കുന്നുണ്ടോ? എന്താണ് അതിന് ശേഷമുള്ളൊരു പൊതു അന്തരീക്ഷം, റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയായതിനു ശേഷമുള്ളൊരു പൊതു അന്തരീക്ഷം? ശരത്ത്, തീർച്ചയായും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെ നയിക്കാനുള്ള നടപടികളുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് പോകുമ്പോഴും സാംസ്കാരിക വകുപ്പും സംസ്ഥാന സർക്കാരും അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനായി സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ നിലവിൽ 1 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഇതിന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ച കാര്യങ്ങൾ അത് കൂടുതൽ പഠിക്കാനും ഒരു സമിതിയെ വെക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺക്ലേവിന് മുമ്പ് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ കോൺക്ലേവിൽ സിനിമാ മേഖലയിൽ ഒപ്പം തന്നെ സീരിയൽ മേഖലകളിലും ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പഠിക്കാനും അതിന് ട്രിബ്യൂണൽ ഉൾപ്പെടെ വെക്കണമെന്ന ആവശ്യമാണ് ഹേമ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനായി സാംസ്കാരിക വകുപ്പ് ഇന്നലെ തന്നെ 1 കോടി രൂപ അനുവദിച്ച് ഒരു സമിതിയെ വെച്ച് പഠനം നടത്താനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ശരത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റിപ്പോർട്ടുകളിൽ ഒക്കെ കണ്ടതുപോലെ ഈ സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല, എന്തുകൊണ്ട് പുറത്തുവിടാതിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഒരു പുകമറയായി ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിൻസെന്റ് പോൾ തന്നെ നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല, വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ല എന്ന മറുപടി നൽകുകയും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വന്ന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആ നടപടി പുനഃപരിശോധിക്കുകയും ഈ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തിടാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതിനുശേഷം പലവിധ നിയമക്കുരുക്കുകളിൽ പെട്ടു. ഹേമ കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ ഈ ഇതിൽ മൊഴി നൽകിയ ആളുകൾ ആരും തന്നെ അക്കാര്യം പരസ്യപ്പെടുത്തരുത് എന്ന ആവശ്യം ഉന്നയിക്കുക ഉൾപ്പെടെ ചെയ്തു. ഹേമ കമ്മീഷനും അതുപോലെ തന്നെ കമ്മീഷൻ അംഗങ്ങളും ചേർന്ന് അടച്ചിട്ട മുറിയിലാണ് ടൈപ്പ് ചെയ്ത് മറ്റൊരു ഏജൻസിയോ മറ്റൊരു സംവിധാനത്തെ പോലും ആശ്രയിക്കാതെ സ്വന്തമായി ടൈപ്പ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അത്തരത്തിൽ വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള കോളിളക്കം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു റിപ്പോർട്ടാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഉള്ള നടപടികളായിരുന്നു ഹേമ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ഹേമ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു. കാരണം വലിയ പ്രമുഖരുടെ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അവരുടെ സ്വകാര്യതയെ ബാധിക്കാൻ സാധ്യതയുള്ള, സമൂഹത്തിന് മുന്നിൽ അവർ തേജോവധം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള മൊഴികളും ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ
പൂർണ്ണമായ രഹസ്യ സ്വഭാവം ഹേമ കമ്മീഷൻ തന്നെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെ ഇത്തരത്തിൽ ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏതോ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്ന ആരോപണത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്നുള്ള കാര്യം അത് കാണാതെ ഇരുന്നു കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമക്കുരുക്കുകൾക്ക് ഒക്കെ ശേഷം ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം പുറത്തുവിടുകയും വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടുകയും ആ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ഉൾപ്പെടെ അത് പൂർണ്ണമായും പഠിക്കാനുള്ള ഒരു സമിതിയെ നിയോഗിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് അടിയന്തരമായി. ശരി വിജിൻ, താങ്ക് യു. വിജിൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ മൊയ്തീൻ എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കൈരളിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരമൊരു വിഷയത്തിൽ ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയും വിധം സർക്കാർ ഇത് പുറത്തുവിടാതെ സ്വന്തം താല്പര്യാർത്ഥം മാറ്റിവെച്ചോ എന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കും വിധത്തിലേക്കുള്ള ചില പരാമർശങ്ങളോ ചില മാധ്യമ ചർച്ചകളോ ചില മാധ്യമ വാർത്തകളോ ഒക്കെ വരുമ്പോൾ വസ്തുത എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നത് കേവലം ഞങ്ങൾ പറഞ്ഞു പോവുകയല്ല, അതിൻ്റെ അനുബന്ധ രേഖകൾ അടക്കം സ്ക്രീനിൽ ഇപ്പോഴടക്കം കാട്ടിക്കൊണ്ട് ആണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇത്തരം ഒരു വാചകമോ ഒരു പ്രചാരണമോ വരുമ്പോൾ വസ്തുത അതല്ല എന്നും സർക്കാരിന് വ്യക്തമായ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് കേമയിൽ നിന്നടക്കം അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിന്നടക്കം വന്ന ഘട്ടത്തിലാണ് അത്തരമൊരു നടപടി എന്നാൽ ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നടപടികൾ ശുപാർശകൾ ചെയ്തു മുന്നോട്ട് പോകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ ചർച്ചയിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ അഡ്വക്കേറ്റ് ആതിര പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ളൊരു കാലത്ത് WCC കോടതിയിൽ ഒരു വലിയ നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടം എന്ന് പറയുന്നത് ഈ ഷൂട്ടിംഗ് സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുണ്ട്, IC ഉണ്ട്, ഇൻറ്റേർണൽ കമ്മിറ്റി. അപ്പോൾ അത് രൂപപ്പെടുത്തണം. അതിന് ഏറ്റവും അധികം എതിർത്തത് താരസംഘടനയാണ്. താരസംഘടനയ്ക്കെതിരായി കോടതിയിൽ ആ കേസ് നടത്തി WCC കേസിൽ വിജയിച്ചു. ആ കേസിൽ കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ പ്രധാനമാണ്. സർക്കാർ നിലപാട് ഈ WCC അംഗങ്ങൾ പറയുന്നത് പോലെ ഷൂട്ടിംഗ് സെറ്റുകളെ ഒരു തൊഴിലിടമായി കണ്ട് ആ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആഭ്യന്തര പരാതി പരിഹാര സെല്ലുണ്ടാകണം എന്ന സർക്കാർ നിലപാട് കൂടി കോടതിയിൽ WCCക്ക് സഹായകരമായി മാറി. അങ്ങനെ ഒരു വലിയ നേട്ടം ഈ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഈ കമ്മിറ്റികൾ വരുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അങ്ങനെ മാറ്റങ്ങളുടെയും ഇടപെടലിൻ്റെയും ഒരു മുന്നോട്ട് പോക്ക് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പുതിയ സാഹചര്യം രൂപപ്പെട്ടത്. വീണ്ടും ചർച്ച. അതുകൊണ്ട് തന്നെ സർക്കാരിന് കുറെ കൂടി വേഗതയിൽ ഇടപെടാനുള്ളൊരു അന്തരീക്ഷം കൂടുതൽ രൂപപ്പെടും എന്ന് പ്രത്യാശിക്കാം. ഇനി മലയാള സിനിമയിലെ സംഘടനകൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഗതി തന്നെയാണ്.